നമസ്കാരം. ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക വികാരമാണ്. എത്രയോ ക്ഷേത്രങ്ങൾ നമുക്കുണ്ടെങ്കിലും ശബരിമല എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദമന്യേ പുണ്യ സ്ഥലമാണ്. അപ്പൊ അവിടെ ഇത്തരം സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ പറയട്ടെ, ഈ കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജ അല്ലെങ്കിൽ ആനയെ നടക്കിരുത്തല്, ആനപ്പൊട്ടിൽ സമർപ്പണം, നട സമർപ്പണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്. അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇതിനെയൊക്കെ എന്നെ പല പ്രാവശ്യം ഇവര് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോ തീർച്ചയായിട്ടും എല്ലാം നല്ല പര്യവസാനിക്കട്ടെ, ഭംഗിയായിട്ട് തന്നെ. ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുവർക്ക്. 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് കൂടുതൽ ഭക്തനാണ്. അപ്പോ എന്റെയും കൂടി കടമയാണ് ഇത് ക്ലീൻ ആയിട്ട്.